പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എയർ ഇന്ത്യ സമരത്തെ തുടർന്ന് ഉപജീവനമാർഗം പ്രതിസന്ധിയിലായ തിരുവനന്തപുരം കഠനംകുളം സ്വദേശി പ്രദീപിന് റിപ്പോർട്ടർ താങ്ങാവുകയാണ്. ഇന്ന് അവധി കഴിയുന്ന പ്രദീപിന് മസ്കറ്റിൽ ഇറങ്ങാനായില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇന്നലെ വിമാനത്താവളത്തിലെത്തി മടങ്ങിയ പ്രദീപ് ഇന്ന് വീണ്ടും പ്രതീക്ഷയോടെ തിരിച്ചെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമഘട്ടത്തിലായ പ്രദീപിന് ജോലി നഷ്ടപ്പെടാതെ യാത്രാ സൗകര്യമൊരുക്കാൻ റിപ്പോർട്ടർ സംഘം എത്തുകയാണ്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അല്ലമീൻ, നമുക്ക് പ്രദീപിനോടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് കൊച്ചിയിൽ നിന്ന് 2 വിമാനങ്ങളുണ്ട് ഒമാനിലേക്ക്. പക്ഷേ അതിൽ അവിടേക്ക് എത്തി ഒമാനിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി 10:30 കഴിയാനാണ് സാധ്യത. അപ്പോൾ ഇന്നിപ്പോൾ വിസയുടെ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് തീരും എന്നുള്ളതുകൊണ്ട് എക്സ്റ്റൻഷൻ ലഭിക്കണം എന്നതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഞാനിപ്പോൾ പ്രദീപിൻ്റെ സ്പോൺസറുമായി സംസാരിച്ചു, ബാദുഷയുമായി സംസാരിച്ചു. അപ്പോൾ ബാദുഷ പറഞ്ഞ 2 കാര്യങ്ങളിലൊന്ന്, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് അവിടെ എത്തിയാൽ പ്രശ്നമില്ല. അതല്ലെങ്കിൽ മറ്റൊരു വഴിയുള്ളത് റോമൻ പോലീസ്, ഒമാനിലെ റോയൽ പോലീസിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ വേണ്ടതുണ്ട്. ആ എക്സ്റ്റൻഷൻ 15 ദിവസത്തേക്ക് അപേക്ഷിക്കുകയാണ്. 15 ദിവസത്തെ എക്സ്റ്റൻഷനിടയിൽ എത്തിയാൽ മതിയാവും. അതുകൊണ്ട് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ജോലിയെ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് പ്രദീപിനോട് നേരിട്ട് സംസാരിക്കാം. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഞാൻ അരുണാണ്. ഞാനിപ്പോൾ പ്രദീപിൻ്റെ സ്പോൺസറുമായി ബാദുഷയുമായി സംസാരിച്ചു. അപ്പോൾ ബാദുഷ പറഞ്ഞ 2 കാര്യങ്ങൾ, ഇന്ന് രാത്രി 12 മണിക്ക് വരെ പ്രദീപിൻ്റെ വിസയ്ക്ക് കാലാവധിയുണ്ട്. പ്രദീപിന് 12 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്തിയാൽ മതി. പക്ഷേ നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് നോക്കിയപ്പോൾ അത് രാത്രി 10:30-ക്കാണ് അവിടെ എത്തുക. എന്തെങ്കിലും കാരണവശാൽ വൈകിയാൽ എക്സ്റ്റൻഷൻ ഇല്ലാതെ പ്രദീപ് അവിടെ പോയാൽ എയർപോർട്ടിൽ പ്രദീപിനെ അവിടെ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സ്പോൺസർ ഉറപ്പ് നൽകിയിരിക്കുന്നത് പ്രദീപിൻ്റെ ജോലിയെ ബാധിക്കില്ല. അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്പർ 2, 15-ാം തീയതിക്ക് മുമ്പ് പ്രദീപ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പ്രദീപിന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രദീപിന്റെ ജോലിയെ ബാധിക്കില്ല എന്ന് ബാദുഷ പറഞ്ഞു. ബാദുഷയുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അതിൽ സന്തോഷമായിരിക്കുക, ടെൻഷൻ വേണ്ട. 15-ാം തീയതി വരെ എക്സ്റ്റൻഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും പിഴയുണ്ടെങ്കിൽ ആ പിഴ നമ്മൾ തന്നെ അടക്കിക്കൊള്ളാം. എയർ ഇന്ത്യ അടയ്ക്കാത്ത പക്ഷം റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തോളും. എക്സ്റ്റൻഷൻ കിട്ടിയാൽ ഉടൻ നാളെയോ മറ്റന്നാളോ പ്രദീപിൻ്റെ സൗകര്യം അനുസരിച്ച് എയർ ഇന്ത്യ അല്ലാത്ത മറ്റൊരു ഫ്ലൈറ്റിൽ റിപ്പോർട്ടർ TV പ്രദീപിന് ടിക്കറ്റ് എടുത്ത് നൽകും. 15-ാം തീയതിക്ക് മുമ്പ് പ്രദീപിന് മസ്കറ്റിൽ ഇറങ്ങാൻ പറ്റും. ജോലി നഷ്ടപ്പെടില്ല. അതിന് എത്ര പിഴ വരുന്നോ ആ പിഴയും നമ്മൾ വേണമെങ്കിൽ ഒടുക്കിക്കോളാം. അത് എയർ ഇന്ത്യ വഹിക്കേണ്ടതില്ല. ധാരാളം ആളുകൾ നമ്മളോട് പ്രദീപിന് ടിക്കറ്റ് സ്പോൺസർ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടെത്തിയിട്ടുണ്ട്. സന്തോഷമായല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. 15 ദിവസത്തേക്ക് റോയൽ പോലീസിൽ നിന്ന്, ഒമാൻ പോലീസിൽ നിന്ന് എക്സ്റ്റൻഷൻ എടുക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് 2 ടിക്കറ്റുകൾ നോക്കി. പക്ഷേ രാത്രി 10:30 കഴിഞ്ഞേ മസ്കറ്റിൽ പ്രദീപിന് എത്താൻ പറ്റൂ. അപ്പോൾ ഇൻ കേസ് വൈകിയാൽ 12 മണി കഴിയും. വിസയുടെ കാലാവധി കഴിയുന്നതുകൊണ്ട് പ്രദീപിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 15 ദിവസത്തെ എക്സ്റ്റൻഷൻ കിട്ടി. നാളെയോ മറ്റന്നാളോ പ്രദീപിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പോകാം. പ്രദീപ് എന്താണ് പോകാൻ തയ്യാറാവുന്നത്? നാളെ കഴിഞ്ഞ 7 ദിവസം തയ്യാറല്ലേ എക്സ്റ്റൻഷൻ കിട്ടിയാൽ? തയ്യാറാണ്. ഓക്കെ. അപ്പോൾ ഏത് ദിവസമാണെങ്കിലും ഇന്നിപ്പോൾ ശരി, എക്സ്റ്റൻഷൻ കിട്ടിയാൽ ഉടൻ തന്നെ എയർ ഇന്ത്യയിലല്ലാത്ത മറ്റൊരു വിമാനത്തിൽ, ഒമാൻ എയറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പ്രദീപിനെ മസ്കറ്റിൽ എത്തിക്കാം. ജോലി നഷ്ടപ്പെടില്ല, ജോലിയിൽ ബുദ്ധിമുട്ടില്ല എന്ന് ബാദുഷ എന്നോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്പോൺസർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അതിന് വേണ്ടുന്ന ഫൈനും എയർ ഇന്ത്യ അടയ്ക്കാത്ത പക്ഷം നമുക്ക് തന്നെ അടയ്ക്കാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടുണ്ട്. ധാരാളം ആളുകൾ പ്രദീപിനെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോളൂ. എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാദുഷ എനിക്ക് അയച്ചു തരും, അത് പ്രദീപിനും അയച്ചു തരും. അത് നമ്മൾ ഏറ്റെടുത്തു കേട്ടോ. പ്രദീപിന്റെ ബുദ്ധിമുട്ടുണ്ട്, ടെൻഷൻ വേണ്ട കേട്ടോ. പ്രദീപ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് മസ്കറ്റില്? ഞാൻ മറ്റേ കൺസ്ട്രക്ഷൻ വർക്കാണ്. ശരി. അപ്പം വന്ന് അപകടം ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ദിവസം വൈകിപ്പോയതല്ലേ? അതെ. ഓക്കെ. അപ്പൊ പ്രദീപ ഇനി ടെൻഷൻ വേണ്ട. ഞാൻ അവിടെ നിന്ന് സുഖമില്ലാതെയാണ് അവിടെ നിന്ന് വന്നത്. ഓ ശരി. ഇപ്പൊ അസുഖമൊക്കെ മാറിയോ? അങ്ങനെ ലീവ് കൂടി വന്നതാണ്. ഇപ്പൊ അസുഖമൊക്കെ മാറി വന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പ്രദീപേ? ചെറിയൊരു വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്. പ്രദീപ് തന്നെയാണോ അവരുടെ വരുമാന മാർഗം? അതെ, ഞാൻ തന്നെയാണ് വരുമാന മാർഗം. വിസയ്ക്ക് പൈസയൊക്കെ കൊടുത്താണോ പോയത് മസ്കറ്റില്? ഇല്ല, വിസയ്ക്ക് പൈസ അന്ന് കൊടുത്തിട്ടില്ല. വിസ എൻ്റെ കയ്യിൽ നിന്നാണ് വിസ ഞാൻ അടിച്ച് നിൽക്കുന്നത് അവിടെ. ഓക്കെ,
ശരി, അപ്പോൾ നമുക്ക് ഈ കാര്യം ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എയർ ഇന്ത്യയെ കാത്തിരിക്കേണ്ട, നമുക്ക് മറ്റൊരു എയർ കാരിയറിൽ പോകാം കേട്ടോ. റിപ്പോർട്ടർ ടി വി ഏറ്റെടുത്തിരിക്കുന്നു. താങ്കളെ അവിടെ മസ്കറ്റിൽ എത്തിക്കും, സുരക്ഷിതമായി ജോലി സ്ഥലത്ത് എത്തിച്ചിരിക്കും കേട്ടോ. താങ്ക് യു. ഞങ്ങളിത് മറ്റൊരു ശ്രമം കൂടി നടത്തിയിരുന്നു പ്രദീപ്. ഡൽഹി വഴി പോകാനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഡൽഹി വഴി പോയാലും 10:30 ഇവിടെ ടൈം കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡിലേ ആയാൽ 12 മണി കഴിയും. അത് പ്രദീപിന് ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നാളെ കഴിഞ്ഞ് എക്സ്റ്റൻഷൻ കിട്ടിയതിനു ശേഷം പ്രദീപിനെ യാത്രയേക്കാം. അപ്പോൾ ജോലിയെ ബാധിക്കില്ല. അപ്പോൾ സന്തോഷമായിരുന്നുള്ളൂ പ്രദീപ്. ഓക്കെ, താങ്ക് യു. അല്ലമീൻ ഇടപെട്ടത് കൊണ്ടാണ് പ്രദീപിന്റെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. താങ്ക് യു പ്രദീപ്. അപ്പോൾ സുരക്ഷിതമായി പോയി വരൂ പ്രദീപ്.